ബോളിവുഡ് താരം കങ്കണ റണൌട്ട് സംവിധാനം ചെയ്ത് മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രമാണ് എമർജൻസി. വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. വിവിധ സിഖ് സംഘടനകളുടെ പ്രതിഷേധത്തിനൊടുവിലും ആദ്യ ദിനം ചിത്രം ഭേദപ്പെട്ട കളക്ഷൻ നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം ചിത്രം സ്വന്തമാക്കിയത് 2.35 കോടി രൂപയുടെ കളക്ഷനാണ്. കഴിഞ്ഞ ചിത്രമായ തേജസ് ആദ്യ ദിനം 1.25 കോടി രൂപ നേടിയിരുന്നു. കൂടുതൽ പേരും നൈറ്റ് ഷോയ്ക്കാണ് ചിത്രം കാണുന്നത്. മോർണിംഗ് ഷോയിൽ 5.98% മാത്രമാണ് കാഴ്ചക്കാരുണ്ടായതെങ്കിൽ രാത്രി ഇത് 36.25%. ഹിന്ദിയിൽ ചിത്രത്തിന്റെ ഒക്യുപ്പൻസി 19.26%, ചെന്നൈയിൽ 25%, മുംബൈയിൽ 23.75%. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം. കങ്കണ റണൌത്താണ് ഇന്ദിരയായി വേഷമിട്ടത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രമല്ലെന്നും മഹത്തായ ഒരു കാലഘട്ട ചരിത്രമാണെന്നും കങ്കണ റണൌത്ത് നേരത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അതേസമയം ചിത്രത്തിനെതിരെ സിഖ് സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്. ഫീൽഡ് മാർഷൽ സാം മനേക്ഷായി മിലിന്ദ് സോമൻ, ജയപ്രകാശ് നാരായണായി അനുപം ഖേർ, അടൽ ബിഹാരി വാജ്പേയിയായി ശ്രേയസ് തൽപാടെ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. പഞ്ചാബിൽ ചിലയിടങ്ങളിൽ സിനിമയുടെ പ്രദർശനത്തിന് നിയന്ത്രണവും ഉണ്ടായിരുന്നു. സിഖ് സമുദായത്തെ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിവിധ സിഖ് സംഘടനകൾ പ്രതിഷേധിക്കുന്നത്.